അപ്പോൾ ഈ 2024 ഗ്യാസോ ഇലക്ട്രിസിറ്റിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തൊരു കട. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അതൊക്കെ ഒരു അതിശയമായിരിക്കും, ഇന്നത്തെ കാലത്തും ഇങ്ങനത്തെ കടകളൊക്കെ ഉണ്ടോയെന്ന്. അങ്ങനെയുള്ള കടയിൽ നിന്ന് ഒരു നാടൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടോ ഇന്ന് വന്നേക്കണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ എറണാകുളത്താവും ഉണ്ടാവുക. പിന്നെ നമ്മളൊരു 2-3 ദിവസത്തെ വീഡിയോസ് എറണാകുളത്തു നിന്നാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരത്ത് മുതുവിള എന്നാണ് പറയുക. മുതുവിള എന്ന് പറയുമ്പോൾ നമ്മളെ വെഞ്ഞാറമ്മൂട്, പാലോട് ആ സൈഡിൽ നിന്നൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇച്ചിരി ഉള്ളിലേക്കാണ്. അപ്പോൾ ഇവിടെ 10-35 വർഷമായിട്ടുള്ള ഒരു ചെറിയ കട കാണുമ്പോൾ തന്നെ നല്ല രസമാണ്, പഴയ മാതിരി. പിന്നെയുള്ള ഒരു പ്രത്യേകതയാണ് ഈ പറഞ്ഞതുപോലെ ഗ്യാസോ ഇലക്ട്രിസിറ്റിയോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലം. കാരണം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ വളരെ കുറവല്ലേ. അതും നമ്മളിപ്പോൾ അതേ 2024 കഴിഞ്ഞ് 25 കാല് വെക്കാൻ പോവുക. ആ ഒരു സമയത്തും ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഈ ഗ്യാസ് ഇല്ലാത്ത, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കടകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്കൊരു അതിശയം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഊണിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. അമ്മ എത്ര വർഷമായിട്ട് അമ്മ ഊണ് കൊടുക്കണ്ട്? 30 കൊല്ലായി. അപ്പൊ ഇവിടെ തന്നെയായിരുന്നോ? അല്ലല്ല, പല സ്ഥലത്തും പല സ്ഥലത്തും. ഇതിപ്പോ നമ്മൾ വാടകയ്ക്കാണോ? ഇപ്പൊ ബാക്കിയൊക്കെ നിർത്തിയിട്ട് ചോറ് മാത്രമാക്കി അല്ലേ? എത്ര ദിവസമായി ഇപ്പൊ ചോറ് മാത്രമാക്കിയിട്ട്? 3-4 വർഷമായി. 3-4 വർഷമായിട്ട് ചോറ് മാത്രമേ ഉള്ളൂ. ഇന്നലെ ഇപ്പൊ എന്തൊക്കെയുള്ള ഇന്നിപ്പോ കറികളൊക്കെ? ഇന്നിപ്പം സാമ്പാർ, പരിപ്പ്, പുളിച്ചോര്, പിന്നെ മീൻകറി, സലാഡ്, പച്ചമോര്, തീയലും. എന്നിട്ട് 70 രൂപയ്ക്കാ കൊടുക്കണേ അല്ലേ? ഇഷ്ടംമാതിരി കറിയൊക്കെ കൂട്ടിയിട്ട് 70 രൂപ. പിന്നെ മീനും കൂട്ടി 100 രൂപയ്ക്ക്. ഞായറാഴ്ച കട തുറക്കുക ഇല്ല. അപ്പൊ നമുക്ക് ഈ ബാക്കി എല്ലാ ദിവസവും ഇവിടെ 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഊണ് റെഡിയാണ്. അമ്മയും മക്കളുമാണ് അല്ലേ? വേറെ ആരും ഇല്ലല്ലോ, നിങ്ങൾ മാത്രം അല്ലേ നടത്തണത്? അപ്പൊ അന്ന് മുന്നേ നടത്തുമ്പോഴും ചേച്ചിമാരുണ്ടായിരുന്നോ കൂടെ? എന്തായാലും നാടൻ ഭക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിക്കാൻ വന്നേ. എനിക്ക് അത് മതി. പപ്പടം കൂടെ കൂട്ടിയിട്ടാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത് കേട്ടോ. എപ്പോഴും മീൻകറി ഒഴിക്കാന്ന് പരാതിയല്ലേ, ഇന്ന് മീൻകറി ഒഴിക്കണില്ല. ഭയങ്കര ചൂട്, എല്ലാം വെന്ത് വാങ്ങിയിട്ടുള്ളൂ. ഞാനാണ് ആദ്യം കഴിക്കണേന്ന് തോന്നുന്നു. കൊള്ളാലോ. കപ്പയുണ്ട്, വെണ്ടയ്ക്കയും ക്യാരറ്റും കൂടെ ഒലത്തിയതുണ്ട്. ഇതെന്തോന്ന് കറിയായിരുന്നു അമ്മ? കിഴങ്ങോ? ഉരുളക്കിഴങ്ങ് കറി അല്ലേ? പിന്നെ എന്തെങ്കിലും പേര് പറയോ? അങ്ങനെ തന്നെ പറയണ മസാല പോലെ. അപ്പൊ പച്ചടി, നാരങ്ങ അല്ലേ? അതൊരു വെറൈറ്റി നാരങ്ങയാണ്. ഞാൻ ആദ്യം തന്നെ അത് കഴിച്ചു നോക്കിയായിരുന്നു. സാധാരണ നമ്മൾ അച്ചാറ് പോലെയല്ല, നാരങ്ങ കറി പോലെ ഉള്ളത്. പിന്നെ മീൻ വറുത്തത്, മീൻകറി ഉണ്ട്. പരിപ്പ് ഒഴിച്ചുകൊണ്ട് മീൻകറി മേടിച്ചില്ല. നമുക്ക് മീൻകറി കപ്പയിൽ ഒഴിച്ച് കഴിച്ചു നോക്കാമേ. ഈ കറി നല്ല രസമുണ്ട്. ഈ ഉരുളക്കിഴങ്ങ്, അതായത് നമ്മളവിടെ ഇതുപോലെ ഒരു കറി വയ്ക്കും. നമ്മൾ കടച്ചക്കയില്ലേ, ശീമച്ചക്ക എന്ന് പറയില്ലേ, അതിനെ ഇതുപോലെ മസാലയൊക്കെ ചേർത്തിട്ട് കറി വയ്ക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ബീഫ് കറി കഴിക്കണ ഒരു ഫീലാണ്. മീൻ വറുത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം മീൻ വറുത്തതിൻ്റെ നമ്മളിങ്ങനെ വങ്കട എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞില്ലേ. അപ്പോൾ കുറേ പേര്, നമ്മൾ ആനന്ദ് സാറൊക്കെ നമ്മളെ വീഡിയോയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ സാറൊക്കെ ഇങ്ങനെ കമൻ്റ് ഇട്ട് വങ്കട കഴിച്ചാൽ സങ്കടം മാറുമെന്ന് അങ്ങനെ പറയും. തിരുവനന്തപുരത്ത് അങ്ങനെ പറയുന്നു. സങ്കടം മാറുമെന്ന് അറിയില്ല, വിശപ്പ് മാറും. ഞാൻ മീൻ കൂട്ടാനും കഴിച്ചു. ഇതാ കപ്പയും. കപ്പയില്ലാതെ തിരുവനന്തപുരത്ത് ഊണ് വളരെ വളരെ കുറവാണ്. കുറച്ച് സ്ഥലങ്ങളിലെ കപ്പയില്ലാതെ ഊണുള്ളൂ. സൂപ്പർ. മീൻകറി ആയാലും മീൻ വറുത്തതായാലും ഒക്കെ അടിപൊളിയാട്ടോ. എനിക്കിച്ചിരി മീൻ വറുത്തതിനും മീൻ കറിക്കും അങ്ങനത്തെ സാധനത്തിനൊക്കെ ഒരു പൊടിക്ക് ഉപ്പ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കണം. ആ ഒരു എൻ്റെ ഒരു ടേസ്റ്റ് അതാണ്. അപ്പോൾ ആ കറക്റ്റാണ് ഇതിന്.
അപ്പോൾ ആളുകൾ പറയും പ്രഷർ കൂടുന്നു. എനിക്ക് പ്രഷർ കുറവാണ്. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിൽ പാരമ്പര്യമായിട്ട് തന്നെ പ്രഷർ കുറച്ച് കുറഞ്ഞ ആളുകളാണ്. നല്ല ഉണ്ടമുളക് പിടിച്ച് കടിച്ച് കണ്ടാ ഒരു മണമുള്ള ഭയങ്കര എരിവ്. കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി. കഞ്ഞിവെള്ളം, നല്ല ചൂട് കഞ്ഞിവെള്ളം. ഈ കറികളിലൊക്കെ ആ മുളകുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മണവും ഒരു സ്വാദും ഉണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്വാദ്. എരിവ് സഹിക്കാൻ പറ്റണില്ല. അതിൽ പിടിച്ച് കടിച്ചു പോയി അറിയാതെ. അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള കൊച്ചു കടകളൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്, ഒരു ഡോക്യുമെൻറ്റേഷനുമാണ്. എപ്പോഴും പറയാറുണ്ട്. അതുപോലെ ഒന്നും കൂടി പറയാം. പുതിയതായി വീഡിയോ കാണുന്നവർ വിചാരിക്കില്ല ഇവരെന്തിനാണ് ഈ പഴയ കടയൊക്കെ എടുത്തുകൊണ്ട് നടക്കണേ എന്ന് വിചാരിക്കില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറയുന്നതാണ്. ഒരു 15 or 20 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഓർമ്മകളായി മാറും. നമുക്കിപ്പോൾ അതുപോലെ കുറേ ഓർമ്മകളുണ്ടല്ലേ. നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന പലതും ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. അപ്പോൾ എന്നതുപോലെ ഇനിയും ഒരു 15 or 20 വർഷം കഴിയുമ്പോൾ ഇത്തരം കടകളൊക്കെ ഓർമ്മകളായി മാറും. അന്ന് നമുക്കറിയാൻ വേണ്ടി ചെറിയ പൈസയ്ക്ക് ഭക്ഷണം കൊടുത്തിരുന്ന, മിനിമം സൗകര്യത്തിനകത്ത് ഇത്രയും രുചിയൊക്കെ വെച്ച് വിളമ്പിക്കൊണ്ടിരുന്ന കുറേ മനുഷ്യരിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഡോക്യുമെൻ്റ് ചെയ്യലുകൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുക. അപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ എറണാകുളത്താവും ഉണ്ടാവുക. പിന്നെ നമ്മളൊരു 2-3 ദിവസത്തെ വീഡിയോസ് എറണാകുളത്തു നിന്നാണ്. ഇതുപോലെയുള്ള എന്തെങ്കിലും രുചിയിടങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. കാരണം ഞാനൊരു 1-ാം തീയതി വരെ എറണാകുളത്ത് കാണുമെന്നാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. ഇനി പറഞ്ഞുകൂടാ, നമുക്ക് ചെന്നിട്ട് വീഡിയോസ് ഒന്നും കിട്ടിയില്ല, ചിലപ്പോൾ ഉടനെ തന്നെ തിരിച്ചു പോരേണ്ടി വരും. അപ്പോൾ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം.